ആകെയുള്ളത് 999 വോട്ടുകൾ. മത്സരിക്കുന്നത് 8 സ്ഥാനാർത്ഥികളും. മലപ്പുറം നിലമ്പൂർ നഗരസഭയിലെ 11ാം ഡിവിഷനായ മുമ്മുള്ളിയിലാണ് ഈ അത്യപൂർവ സാഹചര്യമുള്ളത്. നേരം വെളുത്താൽ രാത്രി കിടന്നുറങ്ങുന്നതുവരെ മുമ്മുള്ളിയിലെ വീടുകളിൽ സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്കാണ്. LDF, UDF സ്ഥാനാർത്ഥികൾ, അവരുടെ വിമതന്മാർ, BJP സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. SDPIക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 8. വിമത സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയെ ബാധിക്കില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി റിഷാദ് കാഞ്ഞിരമ്പാറയും UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് അലിയും പറയുന്നത്. എന്നാൽ വിജയം ഉറപ്പെന്നാണ് ലീഗ് വിമത സ്ഥാനാർത്ഥി കബീർ മഠത്തിലും CPI വിമതൻ ഫൈസൽ ചിറക്കലും അവകാശപ്പെടുന്നത്. അല്ല, ഇവിടെ വിമത പ്രശ്നമല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വാർഡാണ്. 8 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ വിമതര് എന്ന് പറയാൻ കഴിയില്ല. കാരണം മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അവരെ ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശം ഉപയോഗിക്കുക, അത് ഞങ്ങൾ വിമതരായിട്ട് കാണുന്നില്ല. വളരെ സ്നേഹത്തോടെ സഹോദര്യത്തോടു കൂടി ഒരു ഫ്രണ്ട്ലി മത്സരം ആണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കുന്നത്. അല്ല, അങ്ങനെ നമുക്ക് വിമത ശല്യം UDFിനില്ല. കാരണം ഞങ്ങളതൊന്നും നോക്കുന്നില്ല. കാരണം ഞങ്ങൾക്കിതിൽ വിജയിക്കുന്നില്ല. മുനിസിപ്പാലിറ്റി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി UDF പിടിക്കുന്നുള്ളത് ഉറപ്പാണ്. അതിൽ മുമ്മുള്ളിക്കാർ ഇവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇവിടെ എന്താ വെച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല നമ്മളെ കാണുന്നത്. 10 കൊല്ലമായിട്ട് കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. മറ്റുള്ളവരൊക്കെ വരുത്തന്മാരെന്നാണ് പറയുന്നത്. അവർ ഒരു കാര്യം പറഞ്ഞത് 5 കൊല്ലം LDFിനെയും 5 കൊല്ലം UDFിനെയും പരീക്ഷിച്ചാണ്. ഇനി ആ പരീക്ഷത്തിന് ഞങ്ങളില്ല എന്നുള്ളതാണ് ഒരുവിധം വോട്ടർമാരൊക്കെ പറഞ്ഞത്. ഇക്കുറി മുമ്മുള്ളിയിൽ NDAക്ക് അനുകൂലമായി വോട്ടർമാർ വിധി എഴുതുമെന്നാണ് BJP സ്ഥാനാർത്ഥി അനൂപ് കൈപ്പഞ്ചേരി അവകാശപ്പെടുന്നത്. എന്നാൽ അനൂപിന് തലവേദനയായി സഹോദരൻ ഉണ്ണികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോരിനുണ്ട്. NDA സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ നാട്ടുകാർ അവരെൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ഛിദ്രശക്തികൾക്കൊന്നും തന്നെ മുമ്മുള്ളിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് മുമ്മുള്ളിയുടെ ഒരു പ്രതിനിധിയായി തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്നാൽ വിജയം തൃണമൂൽ കോൺഗ്രസിനൊപ്പമാകുമെന്നാണ് ഷാജഹാൻ പാത്തിപ്പാറ അവകാശപ്പെടുന്നത്. അവിടുത്തെ ഞങ്ങളിപ്പോൾ 3 റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ അവിടുന്ന് ബോധ്യമായത് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ വികസന മുരടിപ്പ് അവിടെ തുറന്നടിച്ച് പൊതുജനം പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയം സുരക്ഷിതമാണ്. SDPI സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷബീറാണ് രംഗത്തുള്ളത്. മുമ്മുള്ളി ഡിവിഷനുകളിലെ വീടുകൾ കയറിയിറങ്ങി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇഞ്ചോടിഞ്ച് മത്സരിക്കുമ്പോൾ വോട്ടർമാരും ആശയക്കുഴപ്പത്തിലാണ്. ന്യൂസ് 18 മലപ്പുറം.